Welcome to Beyond Belief. It's me, Nia. ഇന്ന് യുവജനങ്ങൾക്കിടയിലും ട്രോളുകളിലുമെല്ലാം നമ്മൾ കണ്ടുവരുന്ന ഒരു വാക്കാണ് തഗ്. എന്താണ് ഈ തഗ്? ഇല്ലെങ്കിൽ ഈ ഒരു വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു? പലപ്പോഴും സംസാരത്തിനിടയിലും ട്രോളുകളിലുമൊക്കെ നമ്മൾ തഗ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എത്ര പേർക്കറിയാം തഗ് ലോകത്തിലെ ഏറ്റവും ഭീകരരായ തസ്കര കൊലയാളികളാണെന്നുള്ളത്? അതെ, ഉത്തരേന്ത്യയിലെ ദുരൂഹമായ കുന്നുകളിൽ വഴിയാത്രക്കാരെ വശീകരിച്ച് നാണയം കിട്ടിയ മഞ്ഞ തൂവാല കൊണ്ട് കഴുത്ത് മുറുക്കിക്കൊല്ലുന്ന 18-ാം നൂറ്റാണ്ടിലെ തഗ്ഗുകൾ. വഴിയറിയാത്ത മരക്കുന്നുകളിൽ വെളിച്ചവും സംഗീതവും ഒക്കെ കൊണ്ട് സമ്പന്നരായ ഇരകളെ മരണത്തിലേക്ക് വഴി തെറ്റിച്ച് കൊണ്ടുപോകുന്ന തഗ്ഗുകൾ അക്കാലത്ത് ഉത്തരേന്ത്യയിലെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. യാത്രാ സംഘത്തിനൊപ്പം സഹായിയായോ സഹായം അഭ്യർത്ഥിച്ചോ ആണ് തഗ്ഗുകൾ വരുന്നത്. തഗ്ഗുകൾ യാത്രാ സംഘങ്ങൾക്കൊപ്പം ചേരുമ്പോൾ തന്നെ മറ്റ് സഹാംഗങ്ങൾ അവർക്കായിട്ട് കുഴിമാടം ഒരുക്കിയിട്ടുണ്ടാകും. മരണം അടുത്തെത്തിയാൽ സഹായികൾ ഇരുളിൽ അപ്രത്യക്ഷരാകും. ചിലപ്പോൾ അവർ തന്നെ കൊലയാളികളായി മാറും. പെടുന്നനെ ആയിരിക്കും പിന്നിൽ നിന്ന് കഴുത്തിൽ കുരുക്ക് വീഴുന്നത്. കൊലയും കൊള്ളയും ആചാരമായിരുന്നു ഈ തഗ്ഗുകൾക്ക്. പിതാവിൽ നിന്ന് മക്കളിലേക്ക് തൊഴിൽ ഇങ്ങനെ കൈമാറി വരും. ഏതോ ഉത്തരേന്ത്യൻ പ്രാദേശിക ഭാഷയിലെ തഗ്ലാന എന്ന വാക്കിൽ നിന്നാണ് തഗ് എന്ന വാക്കുണ്ടാവുന്നത്. അതെ, ആ ഒരു ഭീകര കൂട്ടം ഇന്ത്യക്കാരാണ്. ഇവരെ പറ്റി ആധികാരികമായിട്ട് പറയുന്നത് സിയാവുദ്ദീൻ ബറാനി എന്ന രാഷ്ട്രീയ ചിന്തകൻ 1356 എഴുതിയ താരുഖി ഫിറോസ് എന്ന ഗ്രന്ഥത്തിലാണ്. 7 മുസ്ലിം സഞ്ചാര ഗോത്രങ്ങളിൽ നിന്നായിരുന്നു ഈ സംഘത്തിന്റെ തുടക്കം. അതിൻ്റെ തുടക്കകാലത്ത് തന്നെ ഹിന്ദുക്കളും ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ക്രമേണ 2 കൂട്ടരും ഒരേപോലുള്ള കൂട്ടമായി കാലക്രമേണ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ആരാധനാ ക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തു. കാളിമ അവരുടെ കുലദൈവമായി. കാളിമ തങ്ങളുടെ ഇത്തരം കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു പോന്നിരിക്കുകയാണ്. കുലദൈവത്തിനെ പ്രീതിപ്പെടുത്തേണ്ടത് അവരുടെ കടമായി കണക്കാക്കപ്പെട്ടു. തഗ്ഗി ഐതിഹ്യപ്രകാരം കാളി ഒരിക്കൽ രക്തബീജ എന്ന മനുഷ്യനെ തിന്ന് നശിപ്പിക്കുന്ന ദുർദേവതയുമായി ഭൂമിയിൽ വെച്ച് മനുഷ്യവംശത്തെ രക്ഷിക്കാനായിട്ട് ഒരു യുദ്ധം നടത്തി. മുറിവേറ്റ രക്തബീജയുടെ ഓരോ തുള്ളി ചോരയും ഭൂമിയിൽ പതിക്കുമ്പോൾ മറ്റൊരു ദുർദേവതയായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരുന്നു. രക്തബീജയുമായി യുദ്ധം ചെയ്ത് മടുത്ത ഭവാനി ദേവി 2 മനുഷ്യരെ സൃഷ്ടിച്ചു. ഉറുമാൽ ആയുധമാക്കിയ അവരോട് ദുർദേവതകളെ കഴുത്ത് ഞെരിച്ച് കൊന്നെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവരുടെ അവതാര ലക്ഷ്യം നേടിയപ്പോൾ അവരോട് ഉറുമാൽ വീട്ടിൽ സൂക്ഷിക്കുവാനും അവരുടെ കൂട്ടത്തിൽ പെടാത്തവരെ എല്ലാം കൊല്ലുവാനും അവരാവശ്യപ്പെട്ടു. പുതുതായി തഗ്ഗികളാകുന്നവരോട് പറയുന്ന കഥയാണ് ഇത്. 10ാം വയസ്സിലാണ് ഒരു തഗ്ഗ് പിറവിയെടുക്കുന്നത്. ആദ്യമായിട്ട് കൊലയ്ക്ക് കുട്ടിയെ സാക്ഷിയാക്കും. കൊലയുടെയും കൊള്ളയുടെയും ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഗുരുവും ഉണ്ടാകും. കാളിക്ക് ബലിയർപ്പിച്ചിട്ടാണ് ചടങ്ങുകളൊക്കെ ഇവർ ആരംഭിക്കുന്നത്. പണിയായുധങ്ങളായ തൂവാലയും കുരുക്കുകളും ഒക്കെ പൂജിച്ചെടുക്കും. കഴുത്ത് മുറുക്കാനുള്ള തൂവാലയിൽ നാണയം വെച്ച് കെട്ടും.
ക്ഷമയായിരുന്നു തഗ്ഗുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഇര കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ മികച്ച അവസരത്തിനായിട്ട് കാത്തിരിക്കും. സഹായിയും സഹയാത്രികനുമായി വേഷം കെട്ടും. കൊല നടത്താൻ പറ്റിയ സ്ഥലത്തിനായിട്ട് മൈലുകളോളം ഇരയറിയാതെ അവരുടെ പുറകെ പിന്തുടരും. ഇത്തരത്തിൽ തഗ്ഗുകൾ 100 മൈലുകളിലധികം യാത്ര ചെയ്യാറുണ്ട്. കൊല നടത്താൻ അച്ചടക്കമുള്ള സംഘങ്ങളായാണ് തഗ്ഗുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. സംഘത്തിന് ജമാദാർ എന്ന പേരിലുള്ള നേതാവുണ്ടാകും. കൊല നടത്താനായിട്ട് അംഗങ്ങൾക്ക് സൂചന നൽകാനും തഗ്ഗുകൾക്ക് തങ്ങളുടേതായിട്ടുള്ള ഒരു രീതികളുണ്ട്. ഓറഞ്ച് തൂവാല വീശുക, പുകയില ചോദിക്കുക തുടങ്ങിയവയാണ് അത്. താമ്പൂൽ ലേക്ക് ആവോ, പാനി പിലാവോ ഇങ്ങനെയുമുണ്ട്. ഇരകൾ നിലവിളിക്കുമ്പോൾ ഉച്ചത്തിൽ പാട്ടുപാടി കരച്ചിലിന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കുവാനും കൂടാരങ്ങൾക്ക് അകത്തേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടും പുറത്തേക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയും ചുറ്റും കാവൽ നിൽക്കുവാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. തഗ്ഗുകളിലെ മുതിർന്നവർ ആയിരുന്നു കൊലപാതകങ്ങൾ ചെയ്തിരുന്നത്. തഗ്ഗി വിശ്വാസപ്രകാരം രക്തം ചീന്തുന്നത് നിരോധിച്ചിരുന്നു. സാധാരണയായി മഞ്ഞയോ കാക്കിയോ നിറമുള്ള സിൽക്ക് ഉറുമാലകളിൽ നാണയം വെച്ച് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു അവര് അക്കാലത്ത് കൊല നടത്തിയിരുന്നത്. ചില സമയങ്ങളിൽ കഴുത്ത് വിരിച്ചും വിഷം നൽകിയും ഒക്കെ കൊലപ്പെടുത്തിയിരുന്നു. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ വെറുതെ വിടുന്ന പതിവ് അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘങ്ങൾക്കൊപ്പം സഹയാത്രക്കാരെന്ന വ്യാജേന ചേർന്ന് രാത്രിയിൽ സഖാംഗങ്ങൾ ഉറങ്ങുമ്പോൾ കൊല നടത്തുന്ന രീതിയുമുണ്ട് ഇവർക്ക്. ആരെയെല്ലാം എവിടെ വെച്ച് എപ്പോൾ കൊലപ്പെടുത്തണമെന്ന് നേതാവാണ് സൂചന നൽകുന്നത്. ആർക്കെങ്കിലും സംശയം തോന്നിയാൽ പിന്മാറാനും നേതാവ് സൂചന നൽകും. തഗ്ഗു സംഘങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനും പ്രത്യേക ഭാഷയുണ്ട്. 1000 പേരെയെങ്കിലും കൊലപ്പെടുത്തിയ തഗ്ഗുകൾ ഉണ്ടായിരുന്നു. തഗ്ഗുകളുടെ കഥകൾ വ്യാപകമായ കാലത്ത് ഉത്തരേന്ത്യയിൽ തഗ്ഗ് സംഘത്തിൽ ചേരാൻ ആവേശം പൂണ്ട യുവാക്കൾ എത്താറുണ്ടായിരുന്നുവെന്ന് ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. 450 വർഷം നീണ്ട തഗ്ഗുകളുടെ ചരിത്രത്തിനിടയിൽ അവർ 20 ലക്ഷത്തിലധികം പേരെ കൊലപ്പെടുത്തിയെന്നാണ് കണക്ക്. കൊല്ലപ്പെട്ടവരുടെ ശരീരം ആചാരപരമായിട്ട് ഇവർ സംസ്കരിക്കും. അവരെ വയറു പിളർത്തി കുടൽമാലകൾ പുറത്തെടുത്ത ശേഷമാണ് ഇവർ സംസ്കരിക്കുക. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തൂവാലയും ചരടുമെല്ലാം മൃതദേഹത്തോടൊപ്പം ഇവർ കുഴിച്ചു മൂടും. മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്നാണ് തഗ്ഗുകളുടെ ചരിത്രത്തിന്റെ ഉദയം. 1356 കാലത്ത് എഴുതപ്പെട്ട സിയാബുദ്ദീൻ ബിനാനിയുടെ ഫിറോസ് ഷായുടെ ചരിത്രത്തിലാണ് തഗ്ഗുകളെ കുറിച്ചിട്ടൊക്കെ ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ആദ്യകാലങ്ങളിൽ രാജാക്കന്മാർ തഗ്ഗുകൾക്കെതിരെ കടുത്ത നടപടികൾക്ക് വിമുഖത കാട്ടിയിട്ടുണ്ടായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻ ഡൽഹിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കൊള്ളയും കൊലയും നടത്തിയിരുന്ന നിരവധി തഗ്ഗുകളെ പിടികൂടിയെങ്കിലും അവർക്ക് വധശിക്ഷ നൽകുന്ന പതിവിന് പകരം ഡൽഹിക്ക് ശല്യമില്ലാത്ത വിധം ദൂരെയുള്ള ഒരു ഗ്രാമങ്ങളിലേക്ക് നാടുകടത്തുകയായിരുന്നു ചെയ്തത്. ദൗത്യങ്ങളുമായി പുറപ്പെടുന്ന സൈനികർ ഉത്തരേന്ത്യയിലെ വരണ്ട ഭൂമിയിൽ അപ്രത്യക്ഷരാകുന്നത് കണ്ട് മുഗൾ ചക്രവർത്തി അക്ബർ ആയിരുന്നു തഗ്ഗുകൾക്കെതിരെ ആദ്യമായി കർശന നടപടിയെടുത്തത്. 1828 മുതൽ 35 വരെ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വില്യം ബെന്റിങ്കാണ് തഗ്ഗുകളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 1830 തുടക്കമിട്ടത്. സൈനിക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വില്യം ഹെൻറി സ്ലീമാൻ ആയിരുന്നു ചുമതല. ഒരിക്കൽ സ്ലീമാൻ പിടികൂടിയ തഗ്ഗിലൊരാൾ സ്ലീമാനെ കൂട്ടക്കുഴിമാടത്തിലേക്ക് വഴികാട്ടി. ദ്രവിച്ചു തുടങ്ങിയ എല്ലിൽ കൂടുകൾ മുതൽ ആഴ്ചകൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറുടെ മൃതദേഹം വരെ അതിലുണ്ടായിരുന്നു. സ്ലീമാൻ പ്രത്യേക പോലീസ് സേനയ്ക്ക് അന്ന് രൂപം നൽകി. കൂറുമാറിയ തഗ്ഗിന്റെ സഹായത്തോടെ സ്ലീമാൻ തഗ്ഗുകളിൽ ഒരാളായിട്ട് വേഷം കെട്ടി. സൈനികർ യാത്രാ സംഘങ്ങൾ എന്ന വ്യാജേന എത്തി തഗ്ഗ് സംഘങ്ങളെ ആക്രമിച്ച് നശിപ്പിച്ചു. നാട്ടുരാജാക്കന്മാർക്ക് ഇവരെ പിടികൂടാനും ശിക്ഷിക്കാനും നിർദ്ദേശം നൽകി. തഗ്ഗുകൾ കൂട്ടത്തോടെ കൊലപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ളവർ പലായനം ചെയ്തു അവിടുന്ന്. 20 വർഷം എടുത്ത് തഗ്ഗുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. തഗ്ഗുകളെ കുറിച്ചിട്ട് ഹോളിവുഡിൽ ഒരു സിനിമയുണ്ട്, ഡിസീവേഴ്സ്. അത് യൂട്യൂബിൽ പേര് വെച്ച് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. തഗ്ഗുകളെ കുറിച്ച് 1952 ജോൺ മാസ്റ്റേഴ്സ് എഴുതിയ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. നോവൽ ഇപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. തഗ്ഗുകളെ ഇല്ലാതാക്കിയ വില്യം ഹെൻറി സ്ലീമാന്റെ പേരിൽ മധ്യപ്രദേശിൽ ഒരു നഗരവും ഉണ്ട്, സ്ലീമാനാബാദ്. ഇതില്ലാതായി എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.
500ഓളം വർഷങ്ങൾ നിലനിന്ന തഗ്ഗി രീതി പെട്ടെന്നില്ലാതെയായി എന്നും ഇപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഇന്നും ക്രിമിനൽ ഗോത്രങ്ങളും ജാതികളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ക്രിമിനൽ സംഘമായ ബവാരിയെ പഴയ തക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിദേശികളൊക്കെ കാണുന്നത്. സ്വാതന്ത്ര്യ ഇന്ത്യയിലും ഇവരുടെ പുതുതലമുറക്കാരുടെ പുതിയ രീതികളിലും ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തമിഴ്നാട്ടിലുണ്ടായ സംഭവം ആസ്പദമാക്കിയായിരുന്നു നടൻ സൂര്യയുടെ സഹോദരൻ അഭിനയിച്ച തീരൻ അധികാരം 1 എന്ന സിനിമയും നിർമ്മിച്ചിട്ടുള്ളത്.